കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് റെയിൽവേ പാളത്തിലൂടെ നടക്കണമെന്ന്. റെയിൽവേ പാളത്തിലൂടെ ചുമ്മാ നടന്നിട്ട് കാര്യമില്ല, ഒത്തിരി ദൂരം നടക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പം നമ്മളങ്ങനെ റെയിൽവേ പാളത്തിലൂടെ നടക്കാനുള്ള പരിപാടിയിൽ ഇതെങ്ങനെ നമ്മൾ നടക്കാണ്. അപ്പോൾ ഇങ്ങനെ പോയി നമ്മൾ മണിക്കൂറുകളോളം നടക്കും. അപ്പോൾ അങ്ങനെ നോക്കി കണ്ടോ, ഈ റെയിൽവേ പാളം ഉള്ളത് ഒരു കാടിൻ്റെ നടുക്കാണ്. കാടെന്ന് വെച്ചാൽ കൊടും കാടിൻ്റെ നടുക്ക്. ഈ റെയിൽവേ പാളം ഇതിൻ്റെ ബ്യൂട്ടി കണ്ടിട്ട് നമ്മളിവിടെ എത്ര മണിക്കൂർ ഇതിൽ കൂടെ യാത്ര ചെയ്താലും മതിയാവില്ല എന്നുള്ളതാണ് ഫീല്. ഇതിൻ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ കാണണോ, എന്താ മരങ്ങളും കാടും കണ്ട, ഇപ്പുറത്ത് നല്ല തോടും അരുവിയും നിറഞ്ഞ റെയിൽവേ ട്രാക്കിലൂടെ, മനോഹരമായ റെയിൽവേ ട്രാക്കിലൂടെ നമ്മൾ ട്രെയിൻ പോലെ നടക്കുന്നു. അടുത്ത ട്രെയിൻ വന്നേക്കാൻ മുമ്പ് നമ്മൾ സ്ഥലത്ത് എത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പ്രശ്നമല്ല, കാരണം ഈ വഴിയിലൂടെ ഉള്ള ട്രെയിൻ ഗതാഗതം നിർത്തിയിട്ട് നാളുകളായി. ഇത് നമ്മുടെ മുംബൈ നാഷണൽ പാർക്കിലുള്ള റെയിൽവേ ട്രാക്കാണ്. ഇതിലൂടെ നമുക്ക് നടക്കാം, ഇതിലൂടെ നമുക്ക് ഓടാം, ഇതിലൂടെ നമുക്ക് ചാടാം. അതൊന്നും ഒരു മാറ്ററേ അല്ല. കാരണം ഇത് നമുക്ക് വേണ്ടി അവരങ്ങനെ വച്ചിട്ടുള്ളതാണ്. ഇതിലൊരു ട്രെയിൻ ഉണ്ടായിരുന്നു കേട്ടോ, കുറേ വർഷങ്ങളുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അവരിതിൽ കൂടെ നിർത്തിക്കളഞ്ഞതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഭയങ്കര ബ്യൂട്ടിയുള്ള സ്ഥലമായിരുന്നു. പണ്ടത്തെ മിക്കവാറും പടങ്ങളിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലമായിരുന്നു. പണ്ട് നമ്മൾ ഒത്തിരി പടങ്ങളിൽ ഇത് കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ട്രെയിൻ കാണാനുള്ള ഭാഗ്യം ഇല്ലാതെ ആയിപ്പോയി ഈ റൂട്ടിൽ വന്നിട്ട്. അങ്ങനെ മനോഹരമായ റെയിൽവേ ട്രാക്കിലൂടെ നമ്മൾ ഇതിൻ്റെ മനോഹാരിതയിലേക്ക് കടക്കും. നാക്ക് ഉളുക്കി പോയതാണേ, ക്ഷമിക്കണം. ഇതിൻ്റെ പരിപൂർണമായ മനോഹാരിത എന്ന് പറയുന്നത് കുറച്ചും കൂടി ചെല്ലുമ്പോഴേ മനസ്സിലാവുള്ളൂ. എന്താ മരമൊക്കെ വീണ് കിടക്കുന്നതുകൊണ്ട് ട്രെയിൻ സ്റ്റോപ്പ് ചെയ്തായിരിക്കും. ചിലപ്പോൾ മൃഗങ്ങളുള്ളതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തായിരിക്കും. കാരണം മൃഗങ്ങൾക്ക് ചിലപ്പോൾ ഭീഷണിയാവും എന്നാൽ പേടിച്ചിട്ടോ ഒക്കെ ആയിരിക്കും. കാരണം ഇവിടെ ചുറ്റിനും ഒത്തിരി മൃഗങ്ങളുണ്ട്. അവർ കുറേ എണ്ണത്തിന് ഇവിടെ കൂട്ടിൽ കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ കാണിച്ചു തരാം. കൂട്ടിക്കൊണ്ടിരുന്ന കുറച്ച് മൃഗങ്ങളെ കാണണം. ഇതേ മയിൽ, പിന്നെ അതെ മാന്, അതിൽ രസമല്ലേ. നൈസല്ലേ. അങ്ങനെ കൂട്ടിൽ കൊണ്ടിട്ടിട്ടുണ്ട് കുറച്ച് മൃഗങ്ങൾ. അവിടെ മ്ലാവിനെ കൊണ്ടിട്ടിട്ടുണ്ടേ, അത് നമുക്കെടുക്കാം. ഇതൊരു ഞാണമേക്കളിയാണ്. ഇവിടെ മറ്റേ കലമാനാണ്, വലിയ മാനില്ലേ, മ്ലാവല്ല കേട്ടോ, അത് മാൻ തന്നെയാണ്, വലിയ മാനാണ്. നോക്കട്ടെ.
എത്തി നോക്കുന്നുണ്ട്. വേണ്ട, വലിയ മാന, കലമാൻ. ഇതൊരു ഞാണമക്കളിയാന്ന് പറഞ്ഞില്ലേ, ഇനി നമ്മൾ ഞാണമേ കളിയുടെ ദൃശ്യത്തിലേക്ക് പോവാണ്. ആരും വീഴാതിരിക്കാൻ വേണ്ടി അവരൊരു സംഭവമൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പാലമൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിട്ടേ, പാലമൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് നാമാവശേഷമായി. അമ്മേ ഒരു മുള്ളു കയറി പിടിച്ചു. വേണ്ട വേണ്ട, കാട്ടിലൂടെ മര്യാദയ്ക്ക് ഇടനെങ്കിൽ പണി കിട്ടും. അതൊരു പാലമാണ്. വേണ്ടോ, ഈ പാലം പൊളിഞ്ഞു കിടക്കുന്ന പാലമാണ്. ആൾക്കാർക്ക് പോകാനുള്ള വഴിയൊന്നും ഇതിനകത്തില്ല. പക്ഷേ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വേണമെങ്കിൽ പോയി കണ്ടോളണം. താഴത്തൊരു വഴി ഉണ്ടായിരുന്നു, താഴത്തെ വഴി അങ്ങനെ അവർ അടച്ചു കളഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു വഴി ഉണ്ടായിരുന്നു, അതെനിക്ക് തോന്നുന്ന മൃഗങ്ങളെ കൂട്ടിലിട്ടപ്പോൾ ആളുകൾ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ മൃഗങ്ങളെ കയറ്റി വിടാനുള്ള വഴിയൊക്കെ ആയിട്ടത് രൂപാന്തരപ്പെട്ടിട്ട് ഉണ്ടപ്പോൾ. വേണ്ട, ഈ ഞാണമ കളിയിലൂടെ വേണം നമുക്ക് യാത്ര ചെയ്യാൻ. അപ്പോൾ അത് ഒരു ഒരു രസമുള്ള യാത്രയാണ്. ടിങ് ടാങ് ടാടിങ് ടാങ് ടാടിങ് ടാങ് ടാടിങ് ടാങ് ടാടിങ് ടാങ് ടാടിങ് ടാങ് ടാ. ഞാൻ വന്നപ്പോൾ ഒരു തിരക്കിന് പറ്റി എനിക്ക്. അത് അവിടെ പൊളിഞ്ഞ് നിൽക്കുന്ന ഒരു മരക്കുറ്റി ഉണ്ടായിരുന്നു. അതുമ്മ കാലിടിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു കാരണവശാലും ആ ഇരുമ്പ് കമ്പിയുമേ അല്ലാതെ കാല് വെച്ച് പോകരുതെന്ന്. ഇരുമ്പ് കമ്പിയുമ്പോൾ കാല് വെച്ച് പോവുകയാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് പോവാം, അക്കരയ്ക്ക് എത്താൻ ബുദ്ധിമുട്ടില്ല. അല്ലെങ്കിൽ നല്ല പണി കിട്ടും. ഇതേണ്ട ഇതേണ്ട പേടിച്ചാണ് വരുന്നത്. അപ്പോൾ പൊട്ടിത്തകർന്നൊരു പാലത്തിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ട്രെയിനിൻ്റെ പാളത്തിൽ കൂടെ നടന്നു. അപ്പോൾ നമ്മൾ കൃഷ്ണഗിരി എന്ന് പറയുന്ന അവരുടെ ഒരു സ്വപ്ന സ്റ്റേഷനിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. ഇവിടെ വേറെ ബ്യൂട്ടി ഉണ്ടായിരുന്നല്ലോ, മറന്നുപോയി, സോറി. തെരി കൂടെ നടന്നാലാണ് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അല്ലേ. നൈസല്ലേ. വേണ്ട, രണ്ടായി പിള്ളേരും ആയിരുന്നു ഇവിടുന്ന് വരണം അതിൻ്റെ ഉള്ളിലേക്ക്, ഗോഡൗണിൻ്റെ ഉള്ളിലേക്ക് വരണം. ഇങ്ങനെ കൃഷ്ണഗിരി എന്ന സ്റ്റേഷൻ്റെ ഉള്ളിലൂടെ. പണ്ടിവിടെ സ്റ്റേഷൻ മാസ്റ്ററും ഒക്കെ ഉണ്ടായി കാണണം. കാരണം പാർക്കിൻ്റെ ഉള്ളിലൂടെ ഇവിടെ ചെറിയൊരു കുട്ടി 2 ഗ്രാമമുണ്ട്. ഈ പാർക്കിൻ്റെ ഉള്ളിൽ കുട്ടി 2 ഗ്രാമമുണ്ട്. അപ്പോൾ ചിലപ്പോൾ അവർക്കും ഉപയോഗിക്കാൻ പറ്റുമായിരുന്നിരിക്കണം. പക്ഷെ എൻ്റെ ബലമായ വിശ്വാസം ഇത് ടൂറിസ്റ്റിന് വേണ്ടി തന്നെ ക്രിയേറ്റ് ചെയ്തതാണ്. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊന്നും അറിയാം അല്ല, സൂര്യനോടി കളിക്കുന്നുണ്ട. അപ്പോൾ നമ്മൾ രസമുള്ള ട്രെയിനിന് വരെയുള്ള പാളത്തിൽ കൂടെയുള്ള നടയാത്ര രസമുള്ളൊരു സ്ഥലത്തേക്ക്, ഡെസ്റ്റിനേഷനിലേക്ക് കൊണ്ടുവന്ന് എത്തിയിട്ട് നിർത്താനുള്ള ഒരു ഇതിലാണ്. നമുക്കിനി ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു നമ്മുടെ കൂടെയുള്ള ആൾ ഫില്ലിങ്ങനെ ക്ഷീണിച്ച് അവശതയായി. വേണ്ട, നൈസല്ലേ. അപ്പോൾ കാണാത്തൊരു സംഭവം കൂടി കണ്ടില്ല നമ്മൾ.
ഇത് കാണാത്ത സംഭവം കാണിക്കൽ മാത്രമല്ല, ഇത് കാണിച്ചെത്തുമ്പോഴത്തേക്കും എൻ്റെ ശരീരത്തിൽ നിന്ന് ഷുഗറും കൊളസ്ട്രോളൊക്കെ കുറഞ്ഞോളും എന്നുള്ളൊരു ഇതും കൂടി ഉണ്ട്. കാരണം അത്ര ദൂരം നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ കണ്ട ദൂരമല്ലേ, ആ ദൂരത്തിൽ നിന്ന് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി അത്രയും ദൂരം നടന്നു. ആ ദൂരത്തിലേക്ക് എത്താൻ വേണ്ടി അവിടെ നിന്ന് വേറെ 1 കിലോമീറ്ററോളം വേറെ നടന്നു. അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ ഇത്. പക്ഷേ ഇതെല്ലാം ഒരു മുതൽക്കൂട്ടാണ്. കാരണം ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ചില സമയത്ത് ചില സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നെങ്കിലെന്ന്. അപ്പോൾ അങ്ങനെയുള്ളൊരു തോന്നലുകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു നൈസായിട്ടുള്ള ലൊക്കേഷനിൽ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് വേണ്ടി നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ.